ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രം. 3 നാട്ടുകാർ തമ്മിലുള്ള മത്സരമാണ്, 3 പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ്, 3 നേതാക്കന്മാർ നിലമ്പൂരിൽ സ്വാധീനമുള്ളവർ തമ്മിലുള്ള മത്സരമാണ്. അതായത് ആര്യടൻ ഷൗക്കത്തും PV അൻവറും M സ്വരാജും തമ്മിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നതോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്സരക്കളം അത് അതിശക്തമായി മാറുകയാണ്. പോരാട്ടം കടുക്കുകയാണ്. ഈ UDF-നും LDF-നും ഇവിടെ ഒരു നിശ്ചിത വോട്ട് ബാങ്ക് ഉണ്ട്. ഒരു 50,000-ഓളം വരുന്ന വോട്ട് ബാങ്ക് UDF-നും LDF-നും ഇവിടെ ഉള്ളതാണ്. അതിന് മുകളിൽ എത്ര വോട്ടുകൾ എന്നുള്ളതാണ് ജയത്തെ സൂചിപ്പിക്കുന്നത്, ജയപരാജയങ്ങളെ സൂചിപ്പിക്കുന്നത്. ആ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ള വോട്ടിനെ സ്വാധീനിക്കാൻ ഒരു 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് PV അൻവർ. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. ഇവിടെ 2016 മുതൽ MLA ആണ്. അതിൻ്റെ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൂടെ ചില പോക്കറ്റുകളിൽ അദ്ദേഹത്തിൻ്റെതായ വോട്ട് ബാങ്ക് ഉണ്ട്. ഏതായാലും ഞാൻ നിൽക്കുന്ന ഇടം എടക്കര തന്നെയാണ്. എടക്കരയിൽ മോർണിംഗ് വാക്ക് നടത്തുന്ന കുറച്ച് ആൾക്കൂട്ടം ഇവിടെയുണ്ട്. ഇവരൊക്കെ എല്ലാ ദിവസവും ഇവിടെ എത്തുന്നവരാണ്. അവർ ഇപ്പോൾ ഒരു ഫോട്ടോ സെഷനാണെന്ന് തോന്നുന്നു അല്ലേ? ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ കാരാടൻ സുലൈമാനൊക്കെ ഉണ്ട്. അദ്ദേഹം രാഷ്ട്രീയം പറയില്ലെങ്കിൽ കൂടിയും ഇവിടെ അൻവർ കൂടി മത്സരത്തിനെത്തുമ്പോൾ കുറച്ചുകൂടി ആവേശ മത്സരം ഉണ്ടാവുന്നുള്ളതാണ്. തീർച്ചയായിട്ടും 3 ആളും കൂടി മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ 140 മണ്ഡലത്തിൽ നിന്ന് എല്ലാ ആൾക്കാരും ഞങ്ങളുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എത്തുകയാണ്. അതൊരു തിളക്കമാർന്ന മത്സരമായിരിക്കും. ഇന്ന് കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആര് ജയിക്കുമെന്ന് പറയുന്നില്ല. കാരണം ആര് ജയിച്ചാലും ആവേശത്തിൻ്റെ ഒരു ആഹ്ലാദം തീർച്ചയായിട്ടും. ഇവിടെ നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് നമുക്കതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മത്സരമായിരിക്കും ഇപ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വിശദമായി ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേ ചെയ്യാം. ഏതായാലും എങ്ങനെയുണ്ട് മത്സരം? അടിപൊളി മത്സരമാണ്. ആയി ജയിക്കും. മൗട്ടി ആരുടെ ഷൗക്കത്ത് ജയിക്കുന്നതിൽ ഒരു സംശയം വേണ്ട. ഇവിടെ M സ്വരാജ് ആയിക്കൂടെ, M സ്വരാജ് ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ M സ്വരാജ് ജയിച്ചായിരിക്കുള്ളൂ. 35 കൊല്ലത്തെ വികസന മുരടിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് M സ്വരാജ് ഇവിടെ ശക്തമായിട്ട് ജയിക്കും, ഒരു സംശയമില്ല. ആരുടെ ഷൗക്കത്തിന് ആൾക്കാർ കുറവല്ല, ഇവിടെ കൂടുതലുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളില്ല. ഞങ്ങൾ തീർത്തും പ്രവചനാതീതമാണ്. എന്താണ് കണ്ടിരുന്ന് കാത്തിരുന്നതാണ്. എല്ലാ ഫാക്ടറികളും വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ആരുടെ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഞാൻ പറയാം, ഇവിടുത്തെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രം. അപ്പോൾ മത്സരത്തിൻ്റെ ഒരു ആവേശം ഇത്രത്തോളം ഉണ്ട്. ഏതായാലും നിലമ്പൂരുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ആവേശമുള്ള മത്സരത്തിനായിരിക്കും 2025 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടുന്നു. അവരുടെ 3 നാട്ടുകാർ PV അൻവറും ആര്യടൻ ഷൗക്കത്തും അതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്തും സ്വരാജും കൂടി മത്സരരംഗത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു ആവേശമാണ്. BJP കൂടി കളത്തിലിറങ്ങുമ്പം മത്സരരംഗം പൂർത്തിയാവും. ഏതായാലും കനത്ത മത്സരത്തിനാണ് ഈ നിലമ്പൂർ വേദിയാവാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്.